യൂട്രസിലുണ്ടാകുന്ന മുഴകൾ, അതായത് ഫൈബ്രോയിഡ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മാൾ. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, ഈ യൂട്രസിലുണ്ടാവുന്ന ഫൈബ്രോയിഡ്സ് പലപ്പോഴും പല പേർക്കും അറിയാൻ പറ്റില്ല. ഒത്തിരി വളർന്നു കഴിഞ്ഞിട്ടായിരിക്കും അവരതിന് വേണ്ടിയിട്ടൊരു ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ മുഴകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്ത്രീകളുടെ പൊതുവേ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ ഡോക്ടറെ കാണാൻ പോകൂ. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വീട്ടിലെ ചുമതല മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ അവർ സാധാരണഗതിയിൽ ഡോക്ടറെ കാണാൻ പോവില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പ്രസവം കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഒരു 3 വർഷത്തിനിടയ്ക്ക് അവർ ഈ സെർവൈക്കൽ സ്മിയർ എടുക്കാനായിട്ട് ഡോക്ടറെ കാണാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞൊരു 40 വയസ്സ് കഴിയുമ്പോൾ ഒരു സ്കാനൊക്കെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുഴകൾ, ഗർഭപാത്രത്തിലെ മുഴകൾ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കണം എന്നില്ല. നമ്മൾ വയറ് 9 മാസം ഗർഭത്തിൻ്റെ സൈസുള്ള മുഴകൾ വരെ സ്ത്രീകൾ അറ്റം വരുമ്പോഴേ അറിയാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പതുക്കെ വർഷങ്ങൾ കൊണ്ട് വളരുന്നതല്ലേ. അപ്പം അവർക്ക് വയറ്റിനകത്തൊരു കട്ടിയോ ഒന്നും ഫീൽ ചെയ്യില്ല, ഒന്നും അവർക്ക് അനുഭവപ്പെടാറില്ല. പതുക്കെ വളരുന്നത് അവരതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വയറിൽ തൊട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് എന്തോ ഒരു കട്ടിയുണ്ടല്ലോ എന്ന്. ഇപ്പോൾ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അതും അറിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ ഈ മുഴകൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, അത് ലക്ഷണങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നേരത്തെ തന്നെ അറിയും. ചിലപ്പോൾ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ എന്ന് പറയുന്നത് ഈ ഗർഭപാത്രത്തിലെ മസിലുണ്ട്, പേശികളുണ്ട്, അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡ് എന്നുള്ള മുഴകൾ. ചിലപ്പോൾ അത് ആ മസിലിൽ ഉണ്ടായിട്ട് അത് ആ ഗർഭപാത്രത്തിനകത്തേക്ക് വളരും. അകത്തേക്ക് വളരുമ്പോൾ അത് മാസക്കുളിയിൽ വ്യത്യാസം ഉണ്ടാക്കും. അതായത് മാസക്കുളി സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാവും. പക്ഷേ സ്ത്രീകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇത് ഓർമ്മ വെച്ച കാലം തുടങ്ങി മാസക്കുളി വരുന്നതാണ്. അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു ഗൈനക്കോളജിയിൽ കൈ കടത്തുന്നവരാണ്. അമ്മയോടോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിയെടുത്തോ പറയുമ്പോൾ അവർ പറയും, അതൊന്നും സാരമില്ല. ഒന്നീ പറയും പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കും, അതല്ലെങ്കിൽ പറയും ഇത് മാസക്കുള്ളി നിൽക്കാൻ പോണതിൻ്റെയാണ്, അതുകൊണ്ട് നിൽക്കും. അപ്പോഴും ചിലപ്പോൾ അവർ നമ്മളെ കാണാൻ വന്നില്ല എന്നിരിക്കും. സോ ഒന്നുകിൽ അത് അമിതമായ രക്തസ്രാവമായിട്ട് വരും. പിന്നെ ഈ രക്തസ്രാവത്തിൻ്റെ സമയത്ത് വന്നില്ലെങ്കിലും ഒരുപാട് ക്ഷീണം വരും. ഈ രക്തമൊക്കെ പോയി കഴിഞ്ഞ് വളർച്ച വരുമ്പോൾ ക്ഷീണം വരും. പടി കയറുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും. പിന്നെ ഭയങ്കരമായിട്ട് ജോലിയിലൊന്നും ഒരു താല്പര്യമില്ല. കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു. വളർച്ച വരുമ്പോഴത്തേക്കും നമുക്ക് ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോഴത്തേക്കും വീട്ടിലുള്ളവരുടെ അടുത്ത് ദേഷ്യം വരും. ഇപ്പം ഇങ്ങനത്തെ ഓരോ കാര്യം പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴായിരിക്കും മാസക്കുളി സമയത്ത് രക്തപ്പോക്കും കൂടുതലാണ്, പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുഴയും കാണും. അപ്പം അങ്ങനെയുള്ളവരെ എപ്പോഴെങ്കിലും ഒക്കെ, ഇപ്പോൾ എല്ലാവരും ഒരുവിധം അതിനെപ്പറ്റിയൊക്കെ ഒരു ബോധമുണ്ട്, എന്നാൽ പോലും അവർ വരുന്നത് ലേറ്റായിട്ടാണ്. പിന്നെ വരാവുന്നത് ഈ മുഴകൾ ഇരുന്നിട്ട് ഗർഭപാത്രത്തിൻ്റെ മുമ്പിൽ നമുക്ക് വരുന്നത് മൂത്രസഞ്ചിയാണ്, പുറകിൽ വരുന്നത് മലമ്പോന്ന സഞ്ചിയും. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വളരുന്ന ഒരു മുഴയാണെങ്കിൽ, അതായത് താഴെയായിരിക്കണം, ഗർഭപാത്രത്തിൻ്റെ താഴെയായിട്ടാണ് മൂത്രസഞ്ചി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു മുഴയാണെങ്കിൽ അത് ഈ മൂത്രസഞ്ചിയെ പ്രസ് ചെയ്തിട്ട് ആ മൂത്രം പോകുന്നതിനൊരു തടസ്സം വരും. അപ്പോൾ മൂത്രം പോകുന്ന തടസ്സവും ചിലപ്പോൾ പതുക്കെ വളരുന്നതായിട്ട് ഇവർ അറിയില്ല. അത് കിഡ്നി കുറച്ച് വീങ്ങാൻ, ബാക്ക് പ്രഷർ വന്നിട്ട് കിഡ്നി കുറച്ച് വീങ്ങി അതിനകത്തൊരു ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് ഈ മൂത്രം 2 ദിവസം കൊണ്ടും, മറ്റത് കുറച്ച് പോവും, കുറച്ച് പോവില്ല. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്രം പോക്ക് നിന്ന് പോവും. അപ്പോഴത്തേക്ക് അവർ ഓടിപ്പടച്ച്, എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് മൂത്രം പോയില്ല എന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ മിക്കവാറും അതിവിടെ ഫൈബ്രോയിഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മൂത്ര തടസ്സമൊക്കെ വരുമ്പോഴായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ കട്ടി കൂടിയിട്ട്, കട്ടിയുടെ സൈസ് കൂടിയിട്ട് വയറ്റിലൊരു കട്ടി, അതല്ലെങ്കിൽ രക്തസ്രാവം കൂടുതലാണ്, അതല്ലെങ്കിൽ മൂത്ര തടസ്സം. പിന്നെ ഇതൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വേഗമായിട്ടുള്ള, ചിലപ്പോൾ ഈ മാസക്കുളി വരുന്ന സമയത്ത്, ഇപ്പോൾ പെൺകുട്ടികളുടെ ആദ്യ വർഷങ്ങളിലൊക്കെ മാസക്കുളി സമയത്ത് വേദന കാണും. സാധാരണഗതിയിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും, എസ്പെഷ്യലി പ്രസവമൊക്കെ കഴിയുമ്പോൾ മാസക്കുളിയുടെ വേദന മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വേദനയില്ലാത്ത സ്ത്രീകൾക്ക് പെട്ടെന്ന് മാസക്കുളിയിൽ വേദന വന്നാൽ
പലപ്പോഴും അവർ പറയും, ഓ എനിക്ക് പണ്ട് വേദന ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നല്ല സുഖമായിരുന്നു, ഇപ്പം പിന്നെയും വേദന തുടങ്ങി എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത്, പുതിയതായിട്ട് മാസക്കുളിയുടെ സമയത്തൊരു വേദന വരികയാണെങ്കിൽ അതൊരു ഫൈബ്രോയിഡ് വന്ന് അതൊരു പോളിപ്പ് പോലെ വളർന്ന് ഗർഭപാത്രത്തിനകത്ത് വളർന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ വേദന വരുന്നത്. അപ്പം അങ്ങനെ വന്നാലും അവർ നമ്മളെ സമീപിക്കും. ഇല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇപ്പോൾ വർക്കിംഗ് ലേഡീസ് ആണെങ്കിലും അവർക്ക് ഒരു കൃത്യമായിട്ടും വർഷാവർഷം അവർ ചെക്കപ്പിന് പോകണം. അപ്പം നമ്മളുടെ സ്ത്രീകളും മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരറ്റം എത്തുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചാൽ ചികിത്സ ലഘുവായിരിക്കും. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർ വർഷാവർഷങ്ങളിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മാസക്കുളിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് വരുന്ന മുഴകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പ്രസവിക്കുന്ന, അതായത് ആ സമയം അതിന് ശേഷമായിരിക്കുമല്ലേ ഈ ഒരു മുഴകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഈ പ്രസവ ശേഷം വരുന്നത് ഈ മുഴകൾ? അങ്ങനല്ല, എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ട്. ഈ ഏത് സമയത്ത് വേണമെങ്കിലും മുഴകൾ കാണാമെങ്കിലും ഈ മുഴകളുടെ വളർച്ചയ്ക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ ഇഫക്റ്റിലാണ് അത് വളരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രത്യുൽപാദനം നടത്തുന്ന സ്ത്രീകൾ, അതായത് ഒരു 15 വയസ്സ് തുടങ്ങി 44 വയസ്സ് വരെ എന്നാണ് വെയ്പ്പ്, അവർക്ക് ഈ ഹോർമോണൽ ആക്ടിവിറ്റി ഉണ്ട്. അവരിൽ ആർക്ക് വേണമെങ്കിലും മുഴകൾ വരാം. പക്ഷേ നമ്മൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്യാൻസർ അല്ല. അതായത് ക്യാൻസർ അല്ലാത്തൊരു ഫൈബ്രോയിഡ് വന്നിട്ട് പിന്നെ ക്യാൻസർ ആകുന്നത് വളരെ വിരളമാണ്. ഈ ഫൈബ്രോയിഡ് പോലത്തെ മുഴകളിൽ ക്യാൻസറിന്റെ വകഭേദമുണ്ട്, പക്ഷെ അത് ക്യാൻസറായിട്ട് തന്നെ തുടങ്ങും. അങ്ങനെയുള്ളതേ ഉള്ളൂ പെട്ടെന്ന് വളരുന്നത്. മറ്റേത് പതുക്കെ പതുക്കെ വളരുന്ന മുഴയാണ്. അപ്പോൾ ഒരു 30, 25 അല്ലെങ്കിൽ 28 വയസ്സിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു മുഴയായിട്ടായിരിക്കും വരുന്നത്. അവരുടെ പ്രസവമൊക്കെ ചിലപ്പോൾ 26 വയസ്സിൽ 2 പ്രസവിച്ച് അവർ നിർത്തിയിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് ഉണ്ടാവുന്ന മുഴ പതുക്കെ പതുക്കെ വളർന്നു വരും എന്ന് കാണുമ്പോഴത്തേക്കും 35 വയസ്സാവും. അത്രയേ ഉള്ളൂ. നമ്മൾ 25 വയസ്സുള്ള കുട്ടികൾക്ക് മുഴകൾ കാണാറുണ്ട്. 5 മാസം 6 മാസം വലിപ്പമുള്ള മുഴകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പും പ്രസവിക്കുന്നതിന് മുമ്പും ഒക്കെ മുഴകൾ അപൂർവമായിട്ടെങ്കിലും വരാം. മറ്റേത് ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 30 തൊട്ട് 45 വയസ്സ് വരെയാണ്. അപ്പൊ അപ്പോഴത്തേക്കും എല്ലാവരും പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കും എന്നുള്ളത് കൊണ്ടാണ് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്. ഇപ്പോ ഈ ഒരു ഫൈബ്രോയിഡ് വളർന്നില്ല, അതായത് അതിന്റെ സൈസ് വളരെ ചെറുതാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ചുരുങ്ങി പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ച് ഇതിനെ മാറ്റാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, മെഡിസിൻസ് ഇപ്പൊ അവൈലബിൾ ആണ് മെഡിസിൻസ്. അപ്പോൾ ഈ ചെറിയ ഫൈബ്രോയിഡ്, നമുക്ക് മാസക്കുളിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫൈബ്രോയിഡ് അവിടെ ഇരുന്നിട്ട് പോട്ടെ, അത് നമുക്ക് ശല്യമൊന്നും ചെയ്യില്ല. ഈ എന്ത് മരുന്ന് കഴിച്ചാലും അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ സൈഡ് ഇഫക്റ്റുകൾ ഉള്ളത് കൊണ്ട് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുള്ളൂ. ഒരു 3 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അതിനെ മരുന്ന് കൊടുത്ത് അതിൻ്റെ സൈസ് ചുരുക്കിയിട്ട് എത്ര കാലം എന്ന് പറഞ്ഞ് നമ്മൾ മരുന്ന് കഴിക്കും? ആ മരുന്ന് കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കാറുള്ളൂ. അല്ലാതെ ഒരു ഫൈബ്രോയിഡ് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മരുന്ന് കഴിച്ച് അതങ്ങ് ചുരുക്കുമെന്ന് നമ്മൾ പറയാറില്ല. ഡോക്ടർ, ഈ ഫൈബ്രോയിഡും ഉണ്ടാവും, കുട്ടിയും അതിന്റെ കൂടെ വലുതാവും, അങ്ങനെയുള്ള കേസസ് എങ്ങനെയാണ്? നമുക്ക് ഫൈബ്രോയിഡ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഫൈബ്രോയിഡിന് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ഈ ഫൈബ്രോയിഡ് ഇരുന്നാൽ ഗർഭകാലത്ത് നല്ല പെയിൻ വരും. പെയിൻ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള പെയിൻ അല്ല, ഫൈബ്രോയിഡ് ഇരിക്കുന്ന സ്ഥലത്ത് പെയിൻ വരും. തൊട്ട് കാണിക്കും അവർ, എനിക്കിവിടെയാണ് പെയിൻ. അത് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് അപ്പോഴൊന്നും ചെയ്യില്ല. നമ്മൾ വേദനാസംഹാരികൾ മാത്രം കൊടുക്കും. സാധാരണ നമ്മൾ കാണുന്ന 2 ദിവസം 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ ആ പെയിൻ തന്നെ കുറയും, ഫൈബ്രോയിഡ് മുമ്പിലേക്ക് പോകും. പിന്നെ ഫൈബ്രോയിഡ് ഗർഭസമയത്ത് കുറച്ച് വളരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ അത് ചിലപ്പോൾ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലാതെയും പോകുന്നുണ്ട്. ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നതുകൊണ്ട് മാത്രം താഴെ കുഞ്ഞു വരുന്ന സ്ഥലത്ത്, അതായത് അതിൻ്റെ ഒരു പാത്വേ ഉണ്ടല്ലോ, വെളിയിലേക്ക് വരാനൊരു വഴിയുണ്ടല്ലോ, ആ വഴിയെ തടസ്സപ്പെടുത്തി ഫൈബ്രോയിഡ് ഇരുന്നാൽ മാത്രമേ പ്രസവത്തിന് പ്രശ്നം വരത്തുള്ളൂ. അതേസമയം ഗർഭപാത്രത്തിന്റെ മുകളിലുള്ള ഫൈബ്രോയിഡാണ്, വെളിയിലേക്ക് വളരുന്ന ഫൈബ്രോയിഡാണ്. അങ്ങനെയുള്ളതൊന്നും ഗർഭത്തിനെ ഒന്നും ചെയ്യില്ല. അത് കുട്ടിയും കട്ടിയും കൂടെ സമാധാനമായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരുപാട് സംശയങ്ങളെല്ലാം നമുക്ക് മാറ്റി തന്നു. എനിവേ, നല്ല നമസ്കാരം.